പ്ലാസി യുദ്ധം, ദാറ്റ് ഈസ് ബാറ്റിൽ ഓഫ് പ്ലാസി 1757. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമാകുന്നു പ്ലാസി യുദ്ധം. പ്ലാസി എന്നത് ഇന്നത്തെ പശ്ചിമ ബംഗാളിലുള്ള പ്രദേശമാകുന്നു. എന്നാൽ ബാക്സാർ യുദ്ധമുണ്ട്. ബാക്സാർ യുദ്ധം നടക്കുന്നത് 1764 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സുസ്ഥിരമാക്കിയ യുദ്ധമാകുന്നു ബാക്സാർ യുദ്ധം. ഇവ രണ്ടും എന്താണെന്ന് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് പ്ലാസി യുദ്ധം നോക്കാം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമാകുന്നു 1757 നടന്ന ബാറ്റിൽ ഓഫ് പ്ലാസി. പ്ലാസി എന്നത് ഇന്നത്തെ പശ്ചിമ ബംഗാളിലാകുന്നു. ഈ യുദ്ധത്തിൽ ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദൗളയെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റോബർട്ട് ക്ലേവ് മിർജാഫറിന്റെ സഹായത്തോടു കൂടി പരാജയപ്പെടുത്തി. സിറാജുദ്ദൗളയ്ക്ക് ശേഷം 1757 മിർജാഫിർ ബംഗാളിലെ നവാബായി. മിർജാഫറിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് ബ്രിട്ടീഷുകാർ അടുത്ത നവാബായി വാഴിച്ചത് അദ്ദേഹത്തിന്റെ സണ്ണില്ലോ ആയിരുന്ന മിർ കാസിമിനെ ആയിരുന്നു. ഇംഗ്ലീഷുകാരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി കഴിവുറ്റ ഒരു ഭരണകർത്താവും ദേശസ്നേഹിയുമായിരുന്നു മിർ കാസിം. നവാബ് എന്ന സ്ഥാനപ്പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തിന്റെ ഒരു സർട്ടൻ പ്രവിശ്യ ഭരിക്കുന്ന ഗവർണർക്ക് പറയുന്ന പേരാകുന്നു നവാബ്. മുഗൾ സാമ്രാജ്യത്തിന്റെ അവസാന കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും ഈ നവാബ്, അതായത് ഗവർണർ പോസ്റ്റിലുള്ളവർക്ക് രാജാവിന്റെ സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. നമുക്കിനി ബാക്സാർ യുദ്ധം എന്താണെന്ന് നോക്കാം. ബാക്സാർ യുദ്ധം നടക്കുന്നത് 1764 ഈ യുദ്ധത്തിൽ മുഗൾ രാജാവായിരുന്ന ഷാ ആലം, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം, ഔദിലെ നവാബായിരുന്ന ഷുജാ ഉദ്ദൗള എന്നിവരുടെ സംയുക്ത സഖ്യത്തെ റോബർട്ട് ക്ലേവ് 1764 ബാക്സാർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ബാക്സാർ എന്ന് പറയുന്നത് ബീഹാറിലുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആകുന്നു. അപ്പോൾ അവിടെയാണ് ഈ യുദ്ധം നടന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബാറ്റിൽ ഓഫ് ബാക്സാർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സുസ്ഥിരമാക്കിയ യുദ്ധമാകുന്നു ബാക്സാർ യുദ്ധം. അങ്ങനെ 1765 ബംഗാളിലെ പ്രഥമ ഗവർണറായി റോബർട്ട് ക്ലേവ് നിയമിതനായി. എന്നാൽ 1777 നവംബർ 22 റോബർട്ട് ക്ലേവ് ലണ്ടനിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണുണ്ടായത്. ഈ ആത്മഹത്യക്കുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ധാരാളമായി സാമ്പത്തികമായ അഴിമതികൾ റോബർട്ട് ക്ലേവ് നടത്തിയ കാരണത്താൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് കീഴിൽ അദ്ദേഹത്തിന് വിചാരണ നേരിടേണ്ടി വന്നു. ആ കാരണം കൊണ്ട് 1777 നവംബർ 22 റോബർട്ട് ക്ലേവ് ലണ്ടനിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണുണ്ടായത്. ബംഗാളിൽ ഡുവൽ ഗവൺമെന്റ്, ദാറ്റ് ഈസ് ഡുവൽ അഡ്മിനിസ്ട്രേഷൻ ഏർപ്പെടുത്തിയത് റോബർട്ട് ക്ലേവ് ആകുന്നു.